ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10ൽ 10 എന്ന സീരീസിന്റെ 35-ാം ഭാഗത്തിലെ ആദ്യ ചോദ്യം നോക്കാം. ശരീരവേദന കുറയ്ക്കുന്നതിനുപയോഗിക്കുന്ന ഔഷധ വിഭാഗം ഏത്? ആന്റി ആസിഡുകൾ, അനാർജസിക്കുകൾ, ആന്റിസെപ്റ്റിക്കുകൾ, ആന്റിപൈററ്റിക്കുകൾ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, അനാൽജസിക്കുകളാണ്. രണ്ടാമത്തെ ചോദ്യം, CE 9-ാം നൂറ്റാണ്ടിൽ മാർ സപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശം ഏത്? ഓപ്ഷൻസ്: യൂതശാസനം, തരിസാപ്പള്ളി ശാസനം, തിരുമണ്ണൂർ ശാസനം, മുച്ചുന്തിപ്പള്ളി ശാസനം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, തരിസാപ്പള്ളി ശാസനം. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഏത്? സുപ്രീം കോടതിയാണോ, ഹൈക്കോടതിയാണോ, പാർലമെന്റ് ആണോ, അതോ കേന്ദ്ര മന്ത്രിസഭ ആണോ? ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, പാർലമെന്റ്. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് താഴെ പറയുന്നവയിൽ ഏതാണ്? ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്: ഫോട്ടോഷോപ്പ്, MS പെയിന്റ്, ജിംബ്, അഫിനിറ്റി ഫോട്ടോ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ജിംബ്. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരായിരുന്നു? ഓപ്ഷൻസ്: ആൽബർട്ട് ഹെൻറി, അൽമേഡ, റോബർട്ട് ബ്രിസ്റ്റോ, ഹാർവി ശ്ലോകം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ഹാർവി ശ്ലോകം ആണ്. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ്. ഓപ്ഷൻസ്: സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലെ, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണ്. ഏഴാമത്തെ ചോദ്യം, സഫാരി എന്നത് ഏതു വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ഓപ്ഷൻസ്: ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വൈറസ് പ്രോഗ്രാം, സിസ്റ്റം സോഫ്റ്റ്വെയർ, ബ്രൗസർ. നിങ്ങൾക്കറിയാം ഓപ്ഷൻ ഡി ആണ് അല്ലെ, ബ്രൗസർ ആണ്. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി ആര്? സുഗതകുമാരി, KR മീര, മധുസൂദനൻ നായർ, മുരുകൻ കാട്ടക്കട. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, സുഗതകുമാരി. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻസ്: 2015, 2005, 2010, 2018. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, 2005. 10ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത്? ഓപ്ഷൻസ്: റിട്ട്, ഇടക്കാലാവധി, കമാൻഡ്, കോടതി അലക്ഷ്യം. ശരിയുത്തരം ഓപ്ഷൻ എ, റിട്ട് ആണ്. എത്ര ചോദ്യങ്ങൾ ശരിയായി എന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ തെറ്റിയ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. നാളെ രാത്രി 10:10 അടുത്ത ഭാഗവുമായി നമുക്ക് കാണാം. താങ്ക്